ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഗുലാബ് ജാമുൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി, അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായി വരണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ നാരങ്ങാനീര്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. കുറച്ച് ഓയിൽ എടുത്തിട്ട് ബോളാക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയാലും നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാം. ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.